ആദ്യം നമ്മൾ പാലക്കാടേക്കാണ്. പാലക്കാട് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ ഈ അവസാന ദിവസം, നിശബ്ദ പ്രചാരണ ദിവസം, വോട്ടിന് നോട്ട് നൽകിയെന്ന ആരോപണം ഉയരുകയാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിരുന്നു കോൺഗ്രസ്. അതിനിപ്പോൾ കേസെടുത്ത് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, തെളിവായി ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. അത് കഴിഞ്ഞ് പല പ്രതികരണങ്ങളും പല ന്യായീകരണങ്ങളും നമ്മൾ കേട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് ചെന്ന് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇനി അടുത്ത നടപടി എന്താണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതായുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു ക്രമക്കേടുണ്ട് എന്ന, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെ വലിയ ലംഘനമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്, പ്രാഥമിക റിപ്പോർട്ട് തന്നെയാണ് കളക്ടർ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് അന്വേഷണം സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് എന്ന് മനസ്സിലാക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള വീഴ്ചകളാണ്, അല്ലെങ്കിൽ എന്താണ് ജില്ലാ വരണാധികാരിയുടെ കണ്ടെത്തൽ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കേസെടുക്കുക. എന്തായാലും ഇതിന്റെ തുടർ നടപടി വേണം എന്ന നിർദ്ദേശം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഈ വോട്ടിന് പണം നൽകി എന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. BJP വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്ന വിഷയം. ശോഭാ സുരേന്ദ്രൻ തന്നെ നേരിട്ടിറങ്ങി ഇത് കളവാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് വന്ന് ചില പരിശോധനകൾ നടത്തി. വയോധിക അത് നിഷേധിച്ചു. എന്നിരുന്നാൽ പോലും ദൃശ്യങ്ങൾ വലിയ തോതിൽ ഈ സംശയിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രാഥമിക പരിശോധനകൾ നടത്തി റിപ്പോർട്ട് നൽകാൻ, അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശമാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കും. ശരി, അതായത് പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം കൂടി, എന്ത് നടപടികൾ സ്വീകരിച്ചു, ഇനി എന്തൊക്കെ നടപടികളിലേക്ക് കടക്കും എന്നുള്ളൊരു തീരുമാനം അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ മാധ്യമങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ അറിയിക്കും എന്നുള്ളതാണ് വിവരം.